അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും സിറാജ് പർപ്പിൾ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള, കാരണം നമുക്കറിയാം വ്യത്യസ്തയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ ഈ പർപ്പൂർ ദേശത്ത്, അതായത് ഈ അമലപ്പാടത്തും അതുപോലെ കേക്കേപ്പാടത്തും ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർ നെൽകൃഷി നടത്തി അവർ ഉണ്ടാക്കിയെടുത്ത വിയർപ്പിൻ്റെ അധ്വാന ഫലമായി ഉണ്ടാക്കിയെടുത്ത ആയിരക്കണക്കിന് നെല്ലിൻ്റെ ചാക്കുകൾ ആണ് നമ്മൾ തൊട്ട് പിറകിലായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ അഭിമാനമൂർത്തമായ ഈ നിമിഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ആയിരക്കണക്കിന് നെല്ലിൻ്റെ ചാക്കുകൾ ആ ലോറിയിൽ ഇപ്പോൾ കയറ്റി വിടും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വാർഡ് മെമ്പറും അതുപോലെ പർപ്പിൾ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കാര്യ കമ്മിറ്റി ചെയർമാനുമായ EK സൈദുബിനായിരുന്നു. അദ്ദേഹം ചെറിയ അസൗകര്യം ഇതിനെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് നമ്മുടെ സലീമ ടീച്ചർ ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പർപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ സലീമ ടീച്ചർ ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ നിർവഹിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ പർപ്പിൾ പഞ്ചായത്ത് പ്രസിഡന്റ് സലീമ ടീച്ചർ ഇവിടെ നിർവഹിച്ചു. നമ്മുടെ അതുപോലെ കുഞ്ഞമ്മ മാഷ്, അമീനാക്ക, അതുപോലെ ഐക്കാടൻ വേലായുധൻ, ജഗ്ഗോട്ടൻ, അപ്പുറം കൃഷി ഓഫീസർ, അതുപോലെ ഇവിടെ കർഷകരൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ഒരു 2 വാക്ക് നമ്മുടെ പർപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കർഷകർക്കും ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ജനപ്രതിനിധികളോട് എത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാണിത്. നമ്മുടെ ഈ ഏരിയയിലുള്ള കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ ഇത്രയും നെല്ല് നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. നമ്മുടെ കൃഷി ഓഫീസർ മുൻകൈയെടുത്ത്, ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ ഈ നെല്ല് പാലക്കാട്ടേക്കാണ് കയറ്റി വയ്ക്കുന്നത്. എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണിത്. നമ്മുടെ കർഷകരെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എപ്പോഴും എടുക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കൃഷി ഓഫീസർ പറയും. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടന്നു കഴിഞ്ഞു. എല്ലാവിധ ഭാവുകങ്ങളും കർഷകർക്ക് നേരിടും. അതുപോലെ ഈ ചടങ്ങിൻ്റെ, അതായത് നമ്മൾ പർപ്പിൾ പഞ്ചായത്ത് കൃഷി ഓഫീസർ 2 വാക്ക് സംസാരിക്കും. നമ്മുടെ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നെല്ലുൽപാദനത്തിൽ നല്ലൊരു മികച്ച നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് തരിശുഭൂമി നമ്മുടെ എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാൻ നമ്മുടെ കർഷകരെ തന്നെയാണ്. അവർ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും തരിശായിട്ട് കിടക്കുന്ന ഒരുപാട് ഭൂമികൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളൊരു 30 ഏക്കറോളം 30 ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട് ഒരു 4 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അതിനുള്ള ഒരു ഉൽപ്പാദനം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 200 മെട്രിക് ടണ്ണോളം നെല്ലിവിടുന്ന് കയറ്റി അയച്ചു. ഈ വർഷം നമുക്ക് അതിൽ കൂടുതൽ ഉൽപ്പാദനം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു 1-ാം ഘട്ടമായിട്ടുള്ളൊരു കൊയ്ത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2-ാം ഘട്ടം നമ്മൾ അമലപ്പാടം ഏരിയ പകുതി കൊയ്ത്താണ് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി കൊയ്യുന്ന മുറക്ക് നമ്മൾ ഇവിടെ കാഴ്ച വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വർഷം കർഷകർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കാലാവസ്ഥയും ഒക്കെ അനുകൂലമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള ഏരിയയും കൂടെ തരിശു ഭൂമിയും കൂടി കൃഷിയോഗ്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞമ്മ മാഷിൻ്റെ അതുപോലെ സംഘടിപ്പിച്ച് കർഷകരുടെ നെല്ല് സംഭരിക്കുന്നുണ്ടായി. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ എല്ലാ ഇപ്പോൾ കഴിഞ്ഞിടത്തോളം ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ സംഭരണ കൂട്ടം കാണുന്നത് ഈ തീർച്ചയായ ഭാഗത്താണ്. ഇനി അതും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. അതുപോലെ നമ്മുടെ പാടശേഖര സമിതി പ്രസിഡന്റ് കാർഡ് ഒക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനുണ്ട്.
നമ്മളെ ബഹുമാന്യയായ പഞ്ചായത്ത് ഗ്രാമപ്രസിഡന്റ് സെലിമ ടീച്ചർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്മ മാസ്റ്റർ, അതുപോലെ നമ്മുടെ പറപ്പൂർ കൃഷിഭവൻ്റെ കൃഷി ഓഫീസർ, അതുപോലെ പിന്നെ കൃഷിക്കാർ എല്ലാവരും വളരെ ഒത്തൊരുമിച്ച് കൂട്ടായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നെല്ലുൽപാദനം വളരെയധികം ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ആദ്യഘട്ട നെല്ലാണ് ഇത്. ഇനി 2 ഘട്ടങ്ങളായിട്ട് നെല്ല് വരാനുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ച് വിയർപ്പിക്കിയ ഒരുപാട് കർഷകരുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ കർഷകർ ഒരുപാടുണ്ട്. അതിൽ രാജേട്ടൻ 2 വാക്കുകൾ സംസാരിക്കും. കർഷകർ നമ്മുടെ നെല്ല് ഉൽപ്പാദനത്തിൽ കൃഷിക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് അതുമായി പഞ്ചായത്തും എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ചില്ലിപ്പലാക്കൽ ഭാഗത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് ഡീസലൊക്കെ അടിച്ച് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നത്. എന്നിരുന്നാലും അതിന് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും ഭാഗത്തു നിന്ന് നമ്മുടെ സർക്കാരിൻ്റെ ആയാലും പഞ്ചായത്തിൻ്റെയും ബ്ലോക്കും കൃഷിഭവനും എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 5ാം വാർഡ് മെമ്പർ അനിതാക്കുണ്ട് ഇവിടെ. 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, മെമ്പർമാർ, കൃഷി ഓഫീസർ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കർഷകർ, ഇന്ന് നല്ല സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണ്. നമ്മൾ ഇതുവരെ അധ്വാനിച്ചതിൻ്റെ നമ്മൾക്ക് ആ മികവ് ഇത്രത്തോളം നമ്മൾ നെല്ല് ഏറ്റവും ഉൽപ്പാദനം കൂടിയ ഒരു സമയത്ത് ഉൽപ്പാദനം ഈ വർഷം കൂടുതലായിട്ട് നമുക്ക് കാലാവസ്ഥ നല്ല രൂപത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടും പഞ്ചായത്തിനും ഗവൺമെൻറ്റും എല്ലാം നല്ല പ്രോത്സാഹനം കൊണ്ട് നല്ല കർഷകർക്ക് നല്ല ആയാസം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തെന്നാലും ഇത് നമുക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്, നമുക്ക് സപ്ലൈകോൻ്റെ ഈ താങ്ങുവില, നമുക്ക് ഉൽപ്പാദനം നമ്മൾ കർഷകർ കൃഷി ചെയ്താലും അത് സപ്ലൈക്ക് ഏറ്റെടുക്കാനില്ലാത്തൊരു അവസ്ഥകാലങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിലൊക്കെ. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തത് 29-50ഓളം രൂപ താങ്ങുവിലായിട്ട് കർഷകർക്ക് ഉൽപ്പാദനം തിരിച്ചെടുക്കുന്നതാണ്. ആ തിരിച്ചെടുക്കുന്ന ഒരു കർഷകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ ഒരു സപ്ലൈക്കോയുടെ ഈ ഉൽപ്പാദനം തിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ കർഷകർ ഇത്രയും നല്ല നമ്മളെ പഞ്ചായത്ത് തന്നെ ഇനി ഒരു തുണ്ട് പോലും തരിശുഭൂമി ഇല്ലാതെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് പൂർണ്ണമായിട്ടും തരിശുഭൂമി ഇല്ലാതെ എല്ലാ ഭൂമിയിലും കൃഷി ചെയ്യാൻ അടുത്ത വർഷം എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചടങ്ങിൻ്റെ നന്ദി പറയുന്നതിന് മെമ്പർ ഭാവൻ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് കാര്യം പറയാനുള്ളത്, ഇത് പറപ്പൂരിന് തന്നെ വലിയൊരു അഭിമാന മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇത് വരും തലമുറയ്ക്ക് ഇതൊരു പാഠമാവട്ടെ. കാരണം ഇന്ന് വരുന്ന തലമുറ, പുതിയ തലമുറക്കെല്ലാം ഇത് കേട്ടുകേൾവി മാത്രമായിരിക്കുന്നു. ഇത് ഈ നാട്ടിലുള്ള കൃഷി ചെയ്ത അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചാക്കോളിൽ കാണുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു വല്ലാത്തൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് നമ്മുടെ പറപ്പൂർ ദേശത്തിന്. നെല്ലിൻ്റെ ചാക്കുകളൊക്കെ ഇവിടെ നിന്ന്, അതായത് ഇതേപോലെ തൂക്കിയിട്ട്
അളന്നിട്ടാണ് കൊണ്ട് പോകുന്നത്. അതായത് ലോറിയിൽ കയറ്റുന്നതിന് മുമ്പേ ഇതുപോലെ എല്ലാം തൂക്കം എടുത്ത് കണക്കാക്കിയിട്ടാണ് ഇത് ഇവിടുന്ന് കയറ്റി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കർഷകർക്ക്, അതായത് ഇപ്പോൾ പറപ്പ് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വരും നാളുകളിലും അവർക്ക് ഇത്തരം സഹായ സഹകരണങ്ങൾ നൽകാനും അതുപോലെ ഈ കർഷകർക്ക് ഇതിലേറെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് വരും നാളുകളിൽ കൃഷി ഇറക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.